നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. അന്തിക്കാട് SI VP അരിസ്റ്റോട്ടിലിന് നേരെ ആക്രമണം. അരിമ്പൂർ കൈപ്പിള്ളി സ്വദേശി തറയിൽ അഖിലാണ് സ്റ്റേഷനിൽ കയറി SIയെ ആക്രമിച്ചത്. മൂക്കിന് ഗുരുതര പരിക്കേറ്റ SI ആലപ്പാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. തിങ്കളാഴ്ച വൈകിട്ട് 6:15 സംഭവമുണ്ടായത്. വാഹനാപകടവുമായി ബന്ധപ്പെട്ട് അഖിലിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഇയാളുമായി സംസാരിച്ചു നിൽക്കുന്നതിനിടെ SIയെ ആക്രമിക്കുകയായിരുന്നുവെന്നും പറയുന്നു. സ്റ്റേഷനിലെ CPO വിനോദിനും മർദ്ദനമേറ്റിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് അഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സെറിബ്രൽ പാൾസി ബാധിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിക്കുള്ളിൽ പൂട്ടിയിട്ട സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. ചെമ്മാപ്പള്ളി സെറാഫിക് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപിക സിസ്റ്റർ ടെസിൻ ജോസഫിനെയാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ A അൻസാർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു വിഷയത്തിൽ ഇടപെട്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവമുണ്ടായത്. സെറിബ്രൽ പാൾസി ബാധിച്ച മകളെ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകാനായി സ്കൂളിൽ നിന്നെടുക്കാൻ വന്ന പിതാവ് മകളെ ക്ലാസ് മുറിയിൽ കണ്ടില്ല. ഈ സമയം മറ്റു കുട്ടികളെല്ലാം താഴെയുള്ള IT ക്ലാസ്സിൽ പോയിരിക്കുകയായിരുന്നു. അന്വേഷിച്ച് ഒടുവിലാണ് മകളെ മുറിയിൽ ഒറ്റയ്ക്ക് പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത്. ആ സമയം മകൾ ഭയചകിതയായി മുറിയുടെ വാതിൽ ഇടിക്കുകയായിരുന്നുവെന്നും പിതാവ് പറഞ്ഞു. ഭയന്ന മകളെ ആശ്വസിപ്പിച്ച് സ്കൂൾ അധികൃതരെ കണ്ട് വിവരം പറയാമെന്ന് കരുതി അന്വേഷിച്ചെങ്കിലും ആരും പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നില്ലെന്ന് പിതാവ് പറഞ്ഞു. മാതാപിതാക്കളുടെ പരാതിയിൽ തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സ്കൂളിലെത്തി അന്വേഷണം നടത്തി. കുട്ടിയെ 40 മിനിറ്റ് മുറിക്കുള്ളിൽ പൂട്ടിയിട്ടതായി മനസ്സിലാക്കിയെന്നും IT ക്ലാസ്സിൽ സ്കൂൾ മാനേജർ ക്രമവിരുദ്ധമായി അധ്യാപികയെ നിയമിച്ചതായി കണ്ടെത്തിയെന്നും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ A അൻസാർ പറഞ്ഞു. വിഷയത്തിൽ തുടർ അന്വേഷണം ഉണ്ടാകും. സംഭവ ദിവസം ക്ലാസ് ടീച്ചർ അവധിയായതിനാൽ അവരെ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും അവർക്കെതിരെ വ്യാപക പരാതിയുള്ളതിനാൽ തുടരന്വേഷണത്തിൽ ഇവരെ ഉൾപ്പെടുത്തുമെന്നും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. പൂജവെപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഒക്ടോബർ 11 അവധി നൽകും. ഉത്തരവ് ഉടൻ ഇറക്കും. സാധാരണഗതിയിൽ ദുർഗാഷ്ടമി ദിവസം സന്ധ്യയ്ക്കാണ് പുസ്തകങ്ങൾ പൂജയ്ക്ക് വയ്ക്കുന്നത്. ഇത്തവണ 2 ദിവസങ്ങളിലായി സൂര്യോദയത്തിന് തൃതീയ വരുന്നതിനാൽ അഷ്ടമി സന്ധ്യയ്ക്ക് വരുന്ന 10 വൈകിട്ടാണ് പൂജവെപ്പ്. ഈ സാഹചര്യത്തിൽ 11 അവധി നൽകണമെന്നാവശ്യപ്പെട്ട് അധ്യാപക സംഘടനയായ NTU മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. സർക്കാർ കലണ്ടറിൽ ഒക്ടോബർ 10 പൂജവെപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനപക്ഷ നിലപാടുകളാൽ കേരളീയ മനസ്സുകൾ കീഴടക്കിയ മഹാവ്യക്തി പ്രഭാവമായിരുന്നു CH മുഹമ്മദ് കോയ എന്ന് പ്രമുഖ പണ്ഡിതൻ അൻവർ മുഹ്യിദ്ദീൻ ഹുദവി അഭിപ്രായപ്പെട്ടു. CHന്റെ ചരമദിനത്തിൽ മുസ്ലിം ലീഗ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി CS സെന്ററിൽ സംഘടിപ്പിച്ച അനുസ്മരണത്തിൽ പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു ഹുദവി. മുസ്ലിം ലീഗ് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് KA കബീർ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് KA ഷൗക്കത്ത് അലി, CK ഷാജി, KK സിദ്ദിഖ്, PH മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ 2ാം ചരമവാർഷിക ദിനം CPM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. സുരേഷ് മീത്തിൽ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. CM നിസാർ, ശാന്തി ബാസി, ഷൈന മുഹമ്മദ്, AS സബിത്, TN ഉദയകുമാർ, സുലേഖ ജമാൽ, ഷൈജ ഉദയകുമാർ, AA യൂസഫ്, TN നൂറുദ്ദീൻ, ഗിരീഷ് മാത്തുകാട്ടിൽ, ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ താനിയം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനം യാറത്തിങ്കൽ പള്ളി മദ്രസ ഹാളിൽ വെച്ച് നടന്നു. KSSPU പ്രസിഡന്റ് P ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ആക്ടിംഗ് പ്രസിഡന്റ് TB രാമചന്ദ്രൻ അധ്യക്ഷനായി. ചടങ്ങിൽ 75 വയസ്സ് കഴിഞ്ഞവരെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം PR സിദ്ധാർത്ഥൻ ആദരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം NK സുധീരൻ, KSSPU അന്തിക്കാട് ബ്ലോക്ക് സെക്രട്ടറി TK പീതാംബരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ TK രാധാമണി, EV ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ KP ദിനേശൻ, യൂണിറ്റ് സാംസ്കാരിക വേദി കൺവീനർ M സതീദേവി, യൂണിറ്റ് സെക്രട്ടറി പ്രദീപ് കുമാർ PN, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഉഷ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനം ആചരിച്ചു. കാഞ്ഞാണി സിംല മാളിൽ ചേർന്ന യോഗം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മണലൂർ യൂണിറ്റ് പ്രസിഡന്റ് KP ജോൺസൺ മാസ്റ്റർ അധ്യക്ഷനായി.
സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP ജോസ് മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ കൊച്ചത്ത്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ NK സുധീരൻ മാസ്റ്റർ, ശ്യാമള ദേവി ടീച്ചർ, ബ്ലോക്ക് ട്രഷറർ T ഗോപാലകൃഷ്ണൻ, യൂണിറ്റ് ട്രഷറർ VV ദിവാകരൻ, KG ശശിധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. 75 വയസ്സ് പിന്നിട്ട യൂണിയൻ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. തിരുനബിയോടുള്ള വിശ്വാസികളുടെ പ്രണയത്തെ യുക്തിചിന്തകൾ കൊണ്ട് അളക്കാൻ കഴിയുന്നതല്ലെന്നും അത് വിശ്വാസി ഹൃദയങ്ങളുടെ സ്പന്ദനമാണെന്നും പ്രമുഖ പണ്ഡിതൻ ഷാക്കിർ ഫൈസി വഴിക്കടവ് അഭിപ്രായപ്പെട്ടു. വാടാനപ്പള്ളി റേഞ്ച് സംഘടിപ്പിച്ച പ്രവാചക പ്രകീർത്തന സദസ്സ് സ്നേഹവസന്തം പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വാടാനപ്പള്ളി റേഞ്ച് പ്രസിഡന്റ് K അബ്ദുൽ കരീം ദാരിമി അധ്യക്ഷനായി. മഹല്ല് മുദരീസ് മുഹമ്മദ് അബ്ദുള്ള സ്വാബിരി ഫൈസി ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് മാനേജ്മെന്റ് സെക്രട്ടറി VM സുധീർ, റേഞ്ച് ചെയർമാൻ AA ജാഫർ മാസ്റ്റർ, സെക്രട്ടറി മുഹമ്മദ് ഷാഫി ഫൈസി, ട്രഷറർ AM മുഹമ്മദ്, ഭാരവാഹികളായ NVK മുഹമ്മദ് ഫൈസി, അബ്ദുൾ ജലീൽ അഷ്റഫി, മുഹമ്മദ് മുസ്തഫ മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു. DYFI മണലൂർ മേഖലാ കമ്മിറ്റി കൂത്തുപറമ്പ് രക്തസാക്ഷി സഖാവ് പുഷ്പൻ അനുസ്മരണം നടത്തി. DYFI മണലൂർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് നിവിൻ മനോഹരൻ അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി മെമ്പർ VN സുർജിത്ത്, ബ്ലോക്ക് പ്രസിഡന്റ് K സച്ചിൻ, CPI സംസ്ഥാന കൗൺസിൽ മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ, CG മോഹൻദാസ്, PK അരവിന്ദൻ, സെക്രട്ടറി VG രാധാകൃഷ്ണൻ, സെക്രട്ടറി രാജേഷ് തെക്കേപുരയ്ക്കൽ, KA അജീഷ്, അരുൺ ആനന്ദ് എന്നിവർ സംസാരിച്ചു. വെളുത്തൂർ നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി നൃത്ത സംഗീതോത്സവം ഒക്ടോബർ 3 ആരംഭിക്കും. 400-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കും. വൈകിട്ട് 6:30 ഉദ്ഘാടനം, തിരുവാതിരക്കളി, നൃത്താർച്ചന. എല്ലാ ദിവസവും രാവിലെ 5:30 ദേവി ഭാഗവത പാരായണം, 7 സോപാന സംഗീതം, സംഗീതാർച്ചന. വൈകിട്ട് 6:30 തിരുവാതിരക്കളി, നൃത്താർച്ചന എന്നിവ നടക്കും. 10 വൈകിട്ട് പൂജവെപ്പ് നടക്കും. 11 ദുർഗാഷ്ടമി ദിനത്തിൽ സരസ്വതി പൂജ. വൈകിട്ട് 6:30 മുതൽ ഭക്തിഗാനമേള. 12 മഹാനവമി ദിനത്തിൽ വൈകിട്ട് അഷ്ടലക്ഷ്മി പൂജ. വിജയദശമി ദിനത്തിൽ രാവിലെ 7 സോപാന സംഗീതം, പഞ്ചരത്ന കീർത്തനാലാപനം, പാഞ്ചാരിമേളം, അരങ്ങേറ്റം. 9:30 എഴുത്തിനിരുത്തൽ എന്നിവ നടക്കുമെന്ന് ദേവസ്വം ഭാരവാഹികളായ സെക്രട്ടറി KR വൈശാഖ്, കൺവീനർ ഗോപി അറയ്ക്കൽ, K കൃഷ്ണകുമാർ, ശിവദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.